ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു 2-3 റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മുടെ അകത്ത് വെച്ചിട്ടുള്ള ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് ചെടികളൊക്കെ ആകെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. രാവിലത്തെ ആ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളുടെ ഫേവറേറ്റ് ആണ് ചിക്കൻ പാസ്ത. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ചാണകം ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പുതിയ തൈകളുടെ താഴെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ആ ചെറിയ ഇപ്പോൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ആ ഒരു തൈകളൊക്കെ ഞാൻ എന്നും വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വേനലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചാണകം ഇട്ട് കൊടുത്തു. ഉപ്പച്ചി ഗൾഫ് വിട്ട് വരുമ്പോൾ എന്തോ 2 സാധനം കൊണ്ടുവരാൻ പറയണമെന്നാണ് കേട്ടോ നൈഷക്കുട്ടി പറയണത്. ഇന്നത്തെ വീഡിയോയിലൊരു ഗിഫ്റ്റ് അൺബോക്സിങ് കൂടെ ഉണ്ട്. ഇതെനിക്ക് ഫാഷൻ ബൊട്ടിക് എന്നുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ്. ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ഗൗണാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ജോർജറ്റാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അതാ മുക്കാ സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഒരു അലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഫാഷൻ ബൊട്ടിക് എന്നുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. അതിൽ എല്ലാ മോഡൽസ് വെയറും കിഡ്സിൻ്റെ ഡ്രസ്സും അബായാസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ ഓപ്പൺ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേണോ റീഫണ്ടോ ഒക്കെ അവൈലബിൾ ആണ്. ഇനി ഹോൾസെയിൽ ആയിട്ട് മെറ്റീരിയൽസ് നിങ്ങളെ കടകളിലേക്ക് ഇറക്കി തരണമെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക. പിന്നെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ ലഞ്ചിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മീൻ CD മുള്ളനാണ് കേട്ടോ. ഞാനതിൽ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിക്കുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പാസ്ത ഒക്കെ ഉണ്ടാക്കിയത് കാരണം ഇത് ബാക്കിയായി. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ആദ്യം നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ വൈറ്റ് കട്ടിംഗ് ബോർഡ് ഇപ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഗ്രീൻ പീസിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഉള്ളിയും അതുപോലെ തക്കാളിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ മീൻ ഞാൻ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോഴിക്കോട് ബീച്ച് സൈഡിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ വഴിയോരങ്ങളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഈ ഗ്രീൻ പീസും മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഐറ്റം. അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല. ഈ ഷോർട്ട് വീഡിയോസിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നിയിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അടിപൊളിയാണ് സംഭവം. എന്താണെങ്കിലും ഇൻഷാല്ല ഇനി ബീച്ച് സൈഡിലൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ, എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അങ്ങനെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വലിയ സൈസിലുള്ളൊരു സവാളയും തക്കാളിയും പിന്നെ ഒരു 2-3 പച്ചമുളകാണ് കേട്ടോ. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക.
കുക്കറിലുള്ള എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഗ്രീൻ പീസ് ഇവിടെ കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം കുതിർത്തെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ 2 വിസിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് കറക്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.25 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 ടീസ്പൂണ് ബിരിയാണി മസാല ഉണ്ട് കേട്ടോ. ഗരം മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു മസാലപ്പൊടികളുടെ ആ ഒരു കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഉപ്പ് അല്പം കുറവായത് കാരണം ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് മസാല അടിപൊളിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മസാലപ്പൊടികളുടെ പച്ചച്ചവൊക്കെ വിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഗ്രീൻ പീസും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുട്ട കുക്കായി വരുന്ന ടൈമിൽ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ചിക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീച്ച് സൈഡിലൊക്കെ പോയപ്പോൾ ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് നമുക്കൊരു അടിപൊളി മുതിരക്കറിയുടെ റെസിപ്പി കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു മുതിര ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഞാൻ മുതിരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുതിര നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് മുതിരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മുതിര നന്നായിട്ട് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മുതിര, ചെറുപയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അരച്ചെടുക്കാറ് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇതിങ്ങനെ റിപ്പീറ്റായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് അതിലുള്ള കല്ല്, മണ്ണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കിട്ടും. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ മുതിര വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 5-6 വിസിൽ വരെ മുതിര വേവിച്ചെടുക്കണം. അപ്പോൾ മുതിര വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3-5 അല്ലി ചെറിയ ഉള്ളി, ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിലോട്ടൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പം നമ്മൾ ഈ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്നും അരച്ചെടുക്കണ്ട. നമ്മൾ സാധാരണ കറികൾ ഈ കരക്കണ പോലെ ഒരു നോർമലായിട്ട് തേങ്ങ അരച്ചെടുത്താൽ മതിയാവും. ഇന്നത്തെ ലഞ്ചിനുള്ള ഏറെക്കുറെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ പാത്രങ്ങൾ വാഷ് ബേസിൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. മുതിര അവിടെ കുക്കായി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തപ്പോഴേക്കും നമ്മുടെ മുതിര ഇവിടെ കുക്കായിട്ടുണ്ട്. ഒരു 6 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിലെ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ മുതിര ഇവിടെ അത്യാവശ്യം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മുതിര നമുക്കിതുപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അതായത് കുറച്ച് ഉടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിക്കൊരു കുറുക്കം കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം.
മുതിരക്കറി പലരും പല രീതിയിലും തയ്യാറാക്കാറുണ്ട് കേട്ടോ. ഇത് അതിൽ ഒരു രീതി മാത്രമാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ അവിടെ ഇക്കാൻ്റെ ഉമ്മയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല ബീഫ് കറി വെച്ച പോലെ തന്നെ മുതിരക്കറി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ അതിനേറെ ഒന്നും കൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അതേപോലെ ദോശ, പിന്നെ എന്താ പറയുക ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കറി ഒന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുകും ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനി ക്ലീനിങ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ദാ ഇനി മൊത്തത്തിലൊന്ന് അടിച്ചു വാരുകയും തുടക്കുകയൊക്കെ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നൈഷുക്കുട്ടിനെ പൂച്ച മാന്തണീൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നൈഷുക്കുട്ടിൻ്റെ വിവരം എന്താണെന്നുള്ളത് ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, നൈഷുക്കുട്ടി ഓക്കെ ആണ് കേട്ടോ. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം 4-ാം തീയതി ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഇഞ്ചക്ഷന് കോഴ്സ് കംപ്ലീറ്റ് ആയി. പണികളൊക്കെ കഴിഞ്ഞ് ഞാനും നൈഷുക്കുട്ടിയും കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചതാ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈഷുക്കുട്ടി ഇതാ അവളുടെ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉറങ്ങാൻ വേണ്ടി വിളിച്ചിട്ട് വരാനൊന്നും കൂട്ടാക്കണില്ല. അങ്ങനെ പാട്ടും കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നൈഷുക്കുട്ടിനെ ഉറക്കാൻ വേണ്ടി പിടിച്ച് കിടത്തിയതാണ് കേട്ടോ. പക്ഷെങ്കിൽ എന്ത് കാട്ടിയാലും നൈഷുക്കുട്ടി ഇറങ്ങണ്ടേ. അങ്ങനെ ടാറ്റ പറഞ്ഞു പോയ ആൾ പിന്നെ ഉറങ്ങൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഓളെ ഉറക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാനും ഓളും കൂടെ കിച്ചണിൽ കയറിയിട്ട് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് റെഡിയാക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു സ്പെഷ്യൽ സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ട നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അത് പോകുമോ? മെല്ലെ മെല്ലെ. ഇനി ഈ മുട്ടയിലേക്ക് ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറുപഴമാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ചെറുപഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 പഴമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലോട്ട് ഒരല്പം നെയ്യ് തടവി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഒന്നും ഞാൻ വല്ലാണ്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ മൊത്തം നൈഷുക്കുട്ടിൻ്റെ ഒച്ചപ്പാടും ബഹളമായിരിക്കും. അങ്ങനെ ഈ 2 ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ മിക്സിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക.
പഴവും നെയ്യും മുട്ടയും കൂടെ കൂടിയപ്പോൾ ആ ഒരു കൊതിപ്പിക്കുന്ന സ്മെല്ല് വരുമല്ലോ, അത് കേട്ടിട്ട് നേശുകുട്ടിക്ക് ഭയങ്കര പൂതിയാവണമെന്നൊക്കെ കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മുടെ സോനിക്കാക്കും അനിതാത്തൊക്കെ സ്കൂൾ വിട്ട് എത്തിയിട്ടുണ്ട്. അനുക്കുട്ടിക്ക് ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുക്കുട്ടിക്ക് പൊതുവെ മധുരത്തിനോട് താല്പര്യം ഇല്ലാത്ത ആളായത് കാരണം ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ സ്നാക്സ് ഓൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പൈസി സ്നാക്കും കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ആ ഒരു ഗ്രീൻ പീസ് മുട്ട മസാല ഉണ്ടല്ലോ, അത് ഫില്ലിങ്സ് ആയിട്ട് വെച്ചിട്ട് ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ നടുക്ക് ആ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സിമ്പിളാണ്. ഇതിപ്പോൾ ഈ ഒരു ഫില്ലിങ്സ് ഓൾറെഡി ഇവിടെ ഉണ്ടാക്കിയതുള്ളത് കാരണം പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്കും റെഡിയാക്കി എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബോൾസ് ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വിചാരിക്കുന്ന രീതിയിലൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് അതത്ര പെർഫെക്ഷൻ കിട്ടാറുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മാക്സിമം നല്ല രീതിക്കൊക്കെ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണോ ഇല്ലേ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമ്മുടെ വീഡിയോയിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുത്തനെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ലൈക്കും ഒക്കെ കുറവാണ്. എന്താണെങ്കിലും സന്തോഷം. വീഡിയോ കാണാൻ കുറേ ആളുകളുണ്ട് കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട് വീഡിയോ കാണുന്ന നമ്മളെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനും കുറച്ച് ആളുണ്ടാവുക എന്നൊക്കെ പറയുന്നതിന് വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. മാഷാ അല്ലാ. ഇനി തുടർന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. പിന്നെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണ പോലെ ഡെയിലി വീഡിയോ ഇടാനൊക്കെ എനിക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പക്ഷേ എത്തിക്കൂടാത്തതുകൊണ്ടാണ് ഒക്കെ കൂടെ. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ശോഷി കഴിഞ്ഞു പോണേ, ശരിക്കും ശോഷി കഴിഞ്ഞു പോണം. ഈ ഒരു ഫില്ലിങ്സും ബ്രെഡും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ ചിക്കനും ബീഫൊന്നും ഫില്ലിങ്സ് ഇല്ലാന്നുണ്ടെങ്കിലും ഇതുപോലെ ഗ്രീൻ പീസും മുട്ടയും കൂടെ മസാല ആക്കിയിട്ട് അങ്ങനെ ഫില്ലിങ്സ് ആക്കി വെക്കാം കേട്ടോ. അടിപൊളിയാണ്. ഇനി നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്കൊരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാനുണ്ട്. മാഷാ അല്ലാ. ഒരുപാട് നാളായിട്ട് നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നാത്തൂന് വിശേഷമായില്ലേ, അനിയന് കുട്ടികളൊന്നും ആയില്ലേ എന്നുള്ളത്. അപ്പോൾ മാഷാ അല്ലാ ഒരുപാട് സന്തോഷത്തോടെ പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഓക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ അവളെ കൊണ്ട് ചെക്കപ്പിന് പോകൂടെ ആ ഒരു ടൈമിൽ ഞാൻ എടുത്തിട്ടുള്ള ഷോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അമ്മായിയുടെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി അങ്ങോട്ടും പോകണമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി പോവാണ് കേട്ടോ. അപ്പം നാത്തൂനെ കാണിക്കണത് അൽമ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അൽമ ഹോസ്പിറ്റലിൽ നമ്മുടെ സന്ദീപ് ദത്ത് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ പ്രഗ്നൻസി ഒക്കെ ആയത്. കുട്ടികളില്ലാണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുടെ കമൻസ് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റലിലുള്ള സന്ദീപ് ദത്ത് സാറാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഫോൺ നമ്പറും അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കൂ. കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ കൺസീവിങ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്